നമസ്കാരം ജോസഫ്. നമസ്കാരം. എൻ്റെ പേര് അജിൽ. ഞാൻ ഈ വിഷയമുണ്ടല്ലോ, ഈ വിഷയം ശരിക്ക് ഒരു നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു വിഷയമാണ്. കാരണം ഞാനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് വലിയ ആൾക്കാരൊന്നും വാങ്ങാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന വ്യക്തിയെ ഞാൻ ഫോളോ ചെയ്യുന്നത് 1 മില്യൺ ഫോളോവേഴ്സിൽ ഒരാളായി ഞാൻ മാറുന്നത് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേര് കണ്ടിട്ടാണ്, ദൈവത്തിൻ്റെ ചാരന്മാർ. ഇന്നത്തെ കാലത്ത് എല്ലാം വിവാദമാണല്ലോ. ദൈവത്തിൻ്റെ ചാരന്മാർ ചിലപ്പം വിവാദമാവേണ്ട ഒരു കേസാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട് ചില തത്വങ്ങളൊക്കെ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിന് എടുക്കും. ഇപ്പം സ്ത്രീ പുരുഷൻ്റെ പുതപ്പാകുന്നു, അവൻ അവളുടെ എഴുതുന്നുണ്ട്. പക്ഷെ അവൻ അവളുടെ എന്നുള്ള ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം അങ്ങനെ നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന കാലത്തിലാണ് ഈ പുസ്തകം 1 ലക്ഷം കോപ്പി വിറ്റുപോയത്. അപ്പോഴാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, നിങ്ങളൊരു പുസ്തകം എഴുതുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ തോന്നിയിട്ടുള്ള സത്യസന്ധമായിട്ട് പറയാണ്, നിങ്ങൾ വായനക്കാരെ ഹൃദയം തൊടുന്നുണ്ട്. അതേപോലെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാരെ ഹൃദയത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ തൊടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് 1 മില്യൺ ഫോളോവേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം എഴുതുമ്പോൾ ഇങ്ങനെ വായിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ആത്മാവിനെ തൊടുന്ന തരത്തിൽ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അത് ചെയ്യാറുള്ളത്, എന്തൊക്കെയാണ് അതിന് പ്രിപ്പയർ ചെയ്യാറുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളെപ്പോലെ ഒരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ലെങ്കിൽ നമ്മൾ പറയാൻ യൂട്യൂബ് ഉപയോഗിക്കലുണ്ട്. പക്ഷേ നമുക്കത് പഠിക്കാൻ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് കുറേ രീതികളുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചോദ്യം നിങ്ങളോട് ചോദിച്ചത്. താങ്ക് യു. അദ്ദേഹത്തിനോട് ചോദ്യം നിങ്ങൾ കേട്ടായിരുന്നോ? ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ, ഒരു വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു വീഡിയോ എന്ന രീതിയിലാണ് യൂട്യൂബ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. എന്നെ ചിലരിങ്ങനെ നിങ്ങൾ വ്ളോഗർ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഐ ഡോണ്ട് ഡു വ്ളോഗ്സ്. എന്തെങ്കിലും ഒന്ന് എൻ്റെ ആത്മാവിനെ തൊടുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അത് ആളുകളുടെ ആത്മാവിനെ തൊടുന്നത്. രണ്ടാമത്തെ കാര്യം, പുസ്തകം എഴുതുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഓരോ 4 വർഷം കൂടുമ്പോഴേ ഞാനൊരു പുസ്തകം എഴുതുന്നുള്ളൂ. ഈ 4 വർഷത്തിലുണ്ടായ ഒരുപാട് അനുഭവങ്ങളിൽ എന്തിനൊന്ന് ഹൃദയത്തിൽ ആഴത്തിൽ തൊടുമ്പോൾ എനിക്ക് തോന്നും അതിനെക്കുറിച്ച് എഴുതണം. അതിലിങ്ങനെ അടയിരുന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കൂട്ടുകാരോട് ചർച്ച ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളൊരു കഥ ലോക്ക് ചെയ്യുന്നത്. 4 വർഷം കൊണ്ട് 400 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ചീന്തിയെടുത്ത് നമ്മുടെ മനസ്സിനെ തൊട്ട ഒരു 10 18 കഥകൾ എടുക്കുമ്പോൾ അതൊരു പുസ്തകമാവുന്നു. അത് വായിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആത്മാവിനെ തൊടുന്ന പോലെ തോന്നുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് അത് എൻ്റെ ഒരു ക്വാളിറ്റി എന്നതിനേക്കാൾ ഉപരി എൻ്റെ മെത്തഡോളജിയുടെ ഒരു ഇമ്പാക്റ്റാണ്. ഇങ്ങനെ പെട്ടെന്ന് പുസ്തകം എഴുതുന്നില്ല, നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഒരു പുസ്തകമാക്കാൻ പരുവത്തിൽ ഒരു 10 18 20 അനുഭവങ്ങളാകുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. അതുകൊണ്ടായിരിക്കാം ആത്മാവിനെ തൊടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി.